മകരവിളക്ക് നാളെയാണ്. മകരവിളക്കിനായി തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എരുമേലിയിൽ അതിനിടെ ശബരിമല തീർത്ഥാടകരുടെ പ്രതിഷേധമുണ്ടായിരിക്കുന്നു. വാഹനങ്ങൾ പമ്പയിലേക്ക് കടത്തിവിടാത്തതിനെതിരെയാണ് വാവർ പാർക്കിംഗ് ഗ്രൗണ്ടിൽ തീർത്ഥാടകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. കർണാടകയിൽ നിന്നുള്ള തീർത്ഥാടകരാണ് പ്രതിഷേധിക്കുന്നത്. വാഹന തിരക്ക് മൂലമുള്ള നിയന്ത്രണമെന്നാണ് പോലീസിന്റെ വിശദീകരണം. എം രാഗേഷ് നമുക്കൊപ്പം. എം രാഗേഷ്, തീർത്ഥാടകർക്കുള്ള യാത്ര സംബന്ധിച്ച് ഇപ്പോഴുള്ള നിർദ്ദേശങ്ങൾ എന്താണ്? അതുവരെ ബോധ്യപ്പെടുത്തിയോ? സുജയ, എരുമേലിയിൽ ഇതിനു മുൻപും മകരജ്യോതിയോടനുബന്ധിച്ച് നിരവധി തീർത്ഥാടകർ എത്തുന്നതിൻ്റെ ഭാഗമായി തന്നെ അത്തരത്തിൽ കൃത്യമായി തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ തിരക്കുകൾ നന്നായി തന്നെ ഉണ്ടാകാറുണ്ട്. ഈ തിരക്കിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ എരുമേലിയിൽ വാഹനങ്ങൾ പമ്പയിലേക്ക് കടത്തിവിടുന്നതിന് ഒരു തടസ്സം എന്ന പോലെ വാവർ പാർക്കിംഗ് ഗ്രൗണ്ടിലുള്ള വാഹനങ്ങൾ പുറത്തേക്ക് വിടാതെ പോലീസ് നിയന്ത്രിച്ചിട്ടുള്ളത്. അത് നിലയ്ക്കൽ മുതൽ പമ്പ വരെയുള്ള ഭാഗങ്ങളിൽ വലിയ തരത്തിലുള്ള തിരക്ക് ഇപ്പോൾ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഈ തിരക്ക് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഗതാഗത നിയന്ത്രണത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. എല്ലാ വർഷങ്ങളിലും ഇത്തരത്തിൽ നിയന്ത്രണം വരുത്താറുണ്ട് എന്നും പോലീസ് പറയുന്നു. അതേസമയം തന്നെ കർണാടകയിലുള്ള ഭക്തർ തങ്ങളുടെ ദർശനം മുടങ്ങുമെന്നുള്ള ആദിയിൽ ഇത്തരത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഏതായാലും ഈ പ്രതിഷേധത്തിന് പോലീസുമായുള്ള ചർച്ചയ്ക്കൊടുവിൽ ഇപ്പോൾ അല്പം ശമനം വന്നിട്ടുണ്ട്. ഏതായാലും ഇവർക്ക് സുഗമമായി തന്നെ ദർശനം നടത്തുന്നതിനുള്ള സൗകര്യം പോലീസിന്റെ ഭാഗത്തു നിന്നും ചെയ്തു കൊടുക്കുമെന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത്. ഏതായാലും തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായുള്ള ഗതാഗത ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിൽ നടത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം ഇത്തരത്തിൽ തിരക്ക് ഒഴിയുന്ന മുറയ്ക്ക് ഇത്തരത്തിൽ വാവർ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഉള്ള വാഹനങ്ങൾ പുറത്തേക്ക് കടത്തിവിടുന്നതിനുള്ള നടപടികളും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും വരും മണിക്കൂറുകളിലും ഇത്തരത്തിൽ ഇപ്പോഴും തീർത്ഥാടകർ വന്നുകൊണ്ടിരിക്കുന്നതിനാൽ എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള ഗതാഗതം എന്നുള്ളത് ചെറിയ ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. വീണ്ടും തീർത്ഥാടകർ പ്രതിഷേധവുമായി രംഗത്ത് വരാനുള്ള സാഹചര്യവും നിലവിലുണ്ട്. സുജയ. ഓക്കെ, എം രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. എരുമേലിയിലാണ് പ്രതിഷേധം. ഇപ്പോൾ അവർക്ക് സുഗമമായ ദർശനത്തിന് അവസരം ഒരുക്കുമെന്ന് അധികൃതർ ഉറപ്പു കൊടുത്തിട്ടുണ്ട്.